കട്ടിലിന്റെ കട്ടിലിന്റെ മുകളിൽ ഈ കട്ടിലിന്റെ മുകളിൽ കാണാനില്ലല്ലോ. ഇന്നലെ ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ട്, എന്നിട്ട് പേപ്പർ കയറി എടുത്ത്. എന്നാ പിന്നെ അത് തപ്പണമല്ലോ. അത് തപ്പാ ശരിയാവൂലല്ലോ. തപ്പ് തപ്പ് എന്ന് തപ്പിട്ടുള്ളൂ ബായിക്കാര്. എന്നാ തപ്പ്. അടിയിൽ എന്തായാലും തപ്പണ്ടേ? ആരെല്ലാം തപ്പു ദയവേത്. നീ അതിന്റെ അടിയിൽ നോക്കടി. തപ്പ് 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 ഏരിയ മൊത്തം തപ്പ്. സാധനം കിട്ടിട്ടുള്ളൂ. അവളെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ അവിടുത്തെ ഹോസ്റ്റലിന്റെ കാര്യമൊന്നും കാര്യമായിട്ട് ചോദിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, നമ്മൾ വല്ലതും ചോദിക്കാറുണ്ടാ? പിന്നെ എങ്ങനെ അവള് പറയും? അന്നല്ലേ ചെന്നൈക്ക് ഇവിടെ ഉണ്ടോ? ചേച്ചി ചെന്നൈക്ക് ഇവിടെ ഉണ്ടാന്ന്. അതെന്തോ ശിവ ചെന്നൈക്ക് ഇവിടെ ഉണ്ടാന്ന് പറഞ്ഞ്? അമ്മൂമ്മോ ഇത് കണ്ട? എന്തുവാ കാര്യം പറ. ഇത് ശിവയുടെ ഡയറിക്കകത്തുള്ള പേപ്പറാണ്. ഇതിനകത്ത് മൊത്തം അവളുടെ സങ്കടം. അവൾക്ക് അവിടുത്തെ ഫുഡ് ശരിയാവണില്ല, അവിടുത്തെ സീനിയേഴ്സ് ഭയങ്കര റാഗിങ് ആണ്. അതും പോരാ, എന്നിട്ട് അവള് പുറത്തെവിടെ പോയപ്പോ ആരൊക്കെയായിട്ട് അടിയൊക്കെ ഉണ്ടാക്കി, അവര് കോളേജിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി, ചിലപ്പോ നമ്മുടെ വീട്ടിലേക്ക് വരും എന്നാണ് പറയണത്. ചെന്നൈയിൽ നിന്ന് എല്ലാവരും ഇങ്ങ് വരുവാങ്കളാ? അയ്യോ, ഇരുന്ന് കാണാൻ വരും എല്ലാവര്. പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ ആന്റി. പ്രശ്നയാ? എന്നിട്ടെന്താ ആ വിവരമൊന്നും അവള് നമ്മളോട് പറയാതിരുന്നേ? നമ്മളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കണതായിരിക്കും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അമ്മൂമ്മ? ആ ഡയറി കണ്ടുപിടിക്കണം. ആ ഡയറിക്കകത്താണ് ബാക്കിയെല്ലാം. നല്ല ശരിയാവുന്നു. ഇതുകൊണ്ടാ ഞാൻ പറയുന്നത് പിള്ളേരെ പുറത്ത് പഠിക്കാൻ വിടരുതെന്ന്. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. അതെ, ആ ഡയറി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് അവളോട് ചോദിച്ചാ പോരായോ? സാവകാശം അവളോട് ചോദിച്ചാൽ അവളെല്ലാം പറയും. അത് ശരിയാട്ടാ. നമ്മള് ഈ വരട്ടാണ്ടൊക്കെ അവളുടെ അടുത്ത് കാര്യങ്ങൾ നൈസായിട്ട് ചോദിക്കുവാണെങ്കിൽ അവളത് പറയും. ശിവ, മക്കളെവിടാ? നീ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നേ. അല്ല ഒന്നുമില്ല, നീ വാ, പെട്ടെന്ന് വാ. ചുമ്മാതല്ല എന്റെ കൊച്ചു ക്ഷീണിച്ചിരിക്കുന്നത്. അതിന്റെ പരുവം കണ്ടോ? പക്ഷെ അന്ന് അവളെ ഹോസ്റ്റലിലൊക്കെ ചേർക്കാൻ പോയപ്പോഴേ അടുത്ത മാനേജർ പറഞ്ഞു നല്ല അടിപൊളി ഫുഡാണെന്നാ. അവ എപ്പോഴുമേ சொல்லுவாளே ചെന്നൈ ഫുഡ് ரொம்ப പിടിക്കുംന്ന്. അതിപ്പോ ചിലപ്പോ നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ച് പറയണതായിരിക്കും. വെറുതെ ഒന്ന് വീട്ടിന് പുറത്തിറങ്ങിയാൽ മതി, അപ്പൊ തുടങ്ങും ശിവ എവിടെ, ശിവ എന്തിനു പോയതാ, എപ്പ വരണം, ഇപ്പൊ തിരിച്ചു വരണമൊക്കെ പറഞ്ഞു. ഇത് കഷ്ടമാണിത്. ആടോ ഹലോ. ഇല്ല ഡയറി എന്തെങ്കിലുണ്ട്. അതെ, ഞാൻ നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാനിത് കൊണ്ടുവന്നടോ. താനല്ലേ പറഞ്ഞേ. ഇവിടെ ആരും തന്റെ ഡയറി ഒന്നും വായിക്കാൻ പോണില്ല. പിന്നെ പത്രം വായിക്കാത്തതാണ് തന്റെ ഡയറി ഇരുന്ന് വായിക്കാൻ പോണേ. എടോ താങ്കളുടെ ടെൻഷൻ ആവല്ലേ, ഞാൻ കത്തിച്ചോളാം പോരെ. ഒന്ന് സമാധാനപ്പെട്ട്. ശരി, വിളിക്കാം.